പുതിയ ഒരു വിശുദ്ധ ദിവസത്തിലേക്ക് കർത്താവ് നമ്മെ തൻ്റെ കരുണയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണല്ലോ. കർത്താവിൻ്റെ കരുണകളും കൃപകളും അളവ് കൂടാതെ അനുഭവിക്കുവാൻ ഈ ദിവസം നമ്മെ ദൈവം ശക്തീകരിക്കേണ്ടതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. തനിമയിലേക്കുന്ന കൂട്ടായ്മ ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കാം. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ. 2 വഴിയെക്കുറിച്ചും 2 വാതിലുകളെക്കുറിച്ചും കർത്താവ് ഇവിടെ പഠിപ്പിച്ചു തരിക. കർത്താവിനെ അനുഗമിക്കുന്നവർ ഏത് വാതിലിൽ കൂടെ കടന്ന് ഏത് വഴിയിൽ കൂടെ ജീവിതത്തിൽ മുൻപോട്ട് പോകണമെന്ന് കർത്താവ് ഇവിടെ നിഷ്കർഷിക്കുക. കർത്താവ് തൻ്റെ കൂടെയുള്ളവരെ, തൻ്റെ അനുഗാമികളെ പറഞ്ഞു മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ ശ്രമിപ്പിൻ. നിങ്ങൾ പുറത്ത് നിൽക്കുക. പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാ. നീ അകത്ത് കടക്കണമെങ്കിൽ തിരിയുന്ന വാളുമായി നിൽക്കുന്ന ദൈവം നിയോഗിച്ചിരിക്കുന്ന ദൂതന്മാരെ കടന്നു വേണം അകത്ത് കടക്കാൻ. ആ പ്രവേശനവാതിൽ നമുക്കായി തുറക്കപ്പെടണമെങ്കിൽ നാം തിരഞ്ഞെടുക്കേണ്ട വഴി ഏതാണ്? ഏത് വാതിലിൽ കൂടിയാണ് കടക്കേണ്ടത്? ജീവിതത്തിൽ നാം മുൻപോട്ട് പോകേണ്ട വാതിലുകൾ, അനവധിയായ വാതിലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ സമയത്തും നമുക്ക് പുതിയ പുതിയ വാതിലുകൾ തുറന്നു തരുന്നു. അത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതോ അതോ സാത്താന്യ ശക്തിയാൽ നിയോഗിക്കപ്പെട്ടതോ, അത് തിരിച്ചറിയുക. അത് തിരിച്ചറിയുവാനുള്ള മാർഗം ആ ദൈവം നമുക്കായി തുറന്നു തരുന്ന വാതിൽ ഇടുക്കവും അതിൻ്റെ വഴി ഞെരുക്കവുമാണ്. നമ്മുടെ വഴി ഏതാണ്? നാം തിരഞ്ഞെടുക്കുവാൻ താല്പര്യപ്പെടുന്ന വഴി ഏതാണ്? ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണോ അതോ വിശാലമായ വഴിയാണോ? വിശാലമായ വഴി കണ്ടെത്തുവാൻ പ്രയാസമില്ല. കാരണം അതിൽ കൂടെ കടന്നു പോകുന്നവർ അനേകർ സഞ്ചരിച്ച് വഴി വിശാലമായിരിക്കുക മാത്രമല്ല, അനേകർ സഞ്ചരിച്ചപ്പോൾ വഴി വളരെ സ്മൂത്തായിട്ടുണ്ട്. കല്ലും മുള്ളുമൊക്കെയും പൂർവികർ ചവിട്ടി മെതിച്ചു പോയപ്പോൾ ആ വഴി കല്ലും മുള്ളുമൊക്കെയും ഇല്ലാതെയായിരിക്കുന്നു. യാത്ര ചെയ്യാൻ സുഗമമാണ്. അത് കൂടെ പോകുവാൻ ഭൂരിപക്ഷവുമുണ്ട്. കാരണം അത്രയ്ക്ക് വിശാലമാണ് ആ വഴി. എന്നാൽ ജീവങ്കിലേക്കുള്ള മാർഗം വളരെ ഇടുങ്ങിയ വഴിയാണ്. അതിൽ കൂടെ അനേക ആളുകൾക്ക് ഒരുമിച്ച് പോകുവാൻ കഴിയുകയില്ല. ഇതിലേതാണ് കർത്താവിനെ അനുഗമിക്കുന്നവർ തിരഞ്ഞെടുക്കേണ്ടതെന്ന് കർത്താവ് പഠിപ്പിച്ചു തരികയാണ്. വലിയൊരു സന്ദേശം ഉൾക്കൊള്ളുന്ന 2 വാക്യങ്ങളാണ്
മത്തായിയുടെ സുവിശേഷം 7-13-14 വാക്യങ്ങൾ. ജീവിതത്തിൽ നമുക്ക് തിരഞ്ഞെടുപ്പ് ഏതാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്? ഒന്നാമതായിട്ട് നാം ചിന്തിക്കേണ്ടത്, കർത്താവ് പഠിപ്പിച്ചു തരികയാണ്, നമുക്കൊരു ലക്ഷ്യബോധം വേണം. നാം ചെന്നെത്തേണ്ടത് എവിടെയായിരിക്കണം? ജീവനിൽ ചെന്നെത്തണമോ അതോ നാശത്തിൽ ചെന്നെത്തണമോ? നാശത്തിൽ ചെന്നെത്തണമെങ്കിൽ ഈസിയായ മാർഗം നമുക്ക് തിരഞ്ഞെടുക്കാം. ഭൂരിപക്ഷത്തെ അനുസരിച്ച് അവരോട് കൂടെ നമുക്ക് യാത്ര ചെയ്യാം. എന്നാൽ ജീവനിലേക്കുള്ള വഴി അത് ഏകരായി വേണം നടക്കുക. കൂടെ ആരും കാണുകയില്ല. കൂടെ പോകുന്നവർക്ക് ഭയത്തിൻ്റെയും ഭീതിയുടെയും നിഴലായിരിക്കും അവർക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അവരെ സംരക്ഷിക്കുന്ന ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്നുള്ളത് അവർക്ക് പൂർണ്ണ ബോധ്യവുമുണ്ട്. കാനനപ്പാതയിൽ കൂടെ സഞ്ചരിക്കുന്ന തീർത്ഥാടകർ പോകുന്ന വഴിയിൽ പുലിയും കടുവയും ഒക്കെയുള്ള കാട്ടിൽ കൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിങ്കൽ ചിന്തയർപ്പിച്ച് ദൈവത്തെ ശരണമാക്കിക്കൊണ്ട് തീർത്ഥയാത്ര മുന്നേറുമ്പോൾ അവർക്ക് ഭീതിയില്ല. ഒരു ശത്രു മൃഗത്തെയും, എത്ര ശക്തിയേറിയ മൃഗത്തെയും അവർക്ക് ഭയമില്ല. കരുത്തുറ്റ ആനകളും മാംസഭോജികളായ സിംഹവും കടുവയും പുലിയും ഒക്കെ നിറഞ്ഞ കാനനപ്പാതയിൽ കൂടെ മുന്നേറുന്ന ഈ തീർത്ഥാടകർ, അവർ ബലം കണ്ടെത്തുന്നത് അവരുടെ ശരണം വിളിയില്ല. ദൈവമേ, നീയല്ലാതെ ശരണമില്ല. അത് പോകുന്ന വഴിയിൽ കല്ലും മുള്ളുമാണ്. അവിടെ അവർ പാടുകയാണ്, കല്ലും മുള്ളും കാലിനെ മെത്ത. ആ പാതയിൽ കൂടെ ദൈവത്തെ ശരണമാക്കിക്കൊണ്ട് തീർത്ഥാടന യാത്ര ചെയ്യുന്നവർ അവർ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു. അവർ ദൈവദർശനം കണ്ട് സംതൃപ്തരായി ഈ ലോകത്തിലേക്ക് മടങ്ങുന്ന കാഴ്ച നമുക്ക് പരിചിതമാണ്. നമ്മുടെ ജീവിതയാത്രയിലും നാം ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതയാത്ര ജീവങ്കിലേക്ക് നാം പോകുമ്പോൾ അത് സുഗമമായ വഴിയല്ല. അത് ലഘുവായ കാര്യമല്ല. അതിന് നല്ല വില കൊടുക്കണം. മാത്രമല്ല, കൂടെ ആരും ഉണ്ടായിരിക്കില്ല. ഇടുക്ക് വഴി കൂടിയാണ് പോകുന്നത്. നമുക്ക് കയറുവാനുള്ള വാതിൽ ഇടുങ്ങിയതാണ്. അവനവൻ്റെ കാര്യം, അവനവൻ്റെ രക്ഷ അവനവൻ കരുതിയിരിക്കണം. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്തു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഇടുക്കുവാതിലാണ് നമുക്ക് കടന്നു പോകുവാനുള്ള വഴി. ആ വാതിലിൽ കൂടെ പ്രവേശിച്ച് ഞെരുക്കമുള്ള വഴിയിൽ കൂടെ മുൻപോട്ട് പോകണം. എവിടെയും ഞെരുക്കം. വഴി വിശാലമല്ല. അനേകർ നടന്ന് ഉറപ്പുള്ള നല്ല തറച്ച പാതയല്ല. എവിടെയും കല്ലും മുള്ളും. അതിനിടയിൽ നമുക്ക് ജീവന് അപായം വരുത്തുന്ന പല ജീവികളും അവിടെ കണ്ടേക്കാം. വിഷം ചീറ്റുന്ന സർപ്പങ്ങളും മാംസഭോജികളായ മൃഗങ്ങളും ഒക്കെയുമുണ്ട്. അവയുടെ മധ്യത്തിൽ കൂടെ നാം മുൻപോട്ട് പോകണമെങ്കിൽ നമുക്ക് വളരെയധികം ജാഗ്രത വേണം. പക്ഷേ നമ്മുടെ ജീവനെ രക്ഷിക്കുവാൻ നമുക്ക്
സാധ്യമല്ല. അതിനുള്ള ജാഗ്രത പൂർണ്ണമായി എടുക്കുവാനുള്ള ശക്തി നമുക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? തീർത്ഥാടകർ ചെയ്യുന്നത് ദൈവത്തെ ശരണം വിളിക്കുക. നാം മാധ്യമങ്ങളിൽ കൂടെ തീർത്ഥാടകരുടെയൊക്കെയും കഥകൾ കേൾക്കുന്നുണ്ട്. കുറച്ച് നാൾ മുൻപേ ശബരിമലയിൽ പോയ ഒരു തീർത്ഥാടകൻ്റെ കഥ. ആ സംഘം നടന്ന് പോവുകയാണ്. വഴിയിൽ കൂടെ കാട്ടിൽ കൂടെ പോകുമ്പോൾ ക്ഷീണിതരായ അവർ ഒരു വൃക്ഷത്തണലിൽ വിശ്രമിക്കാനിരുന്നു. അവരുടെ തലയിലെ കെട്ട് അവർ താഴെ വെച്ച് വിശ്രമിച്ച ശേഷം വീണ്ടും യാത്ര തുടരുമ്പോൾ അവിടെ ഡ്യൂട്ടിക്ക് നിന്ന ഒരു പോലീസുകാരൻ ഒരാളുടെ തലയിലെ കെട്ട് അനങ്ങുന്നത് കണ്ടു. ആ കെട്ട് താഴെ എടുത്ത് അഴിച്ചു നോക്കിയപ്പോൾ ഏറ്റവും വിഷമുള്ള അണലി, ഒരു വലിയ അണലി അതിനകത്ത് കയറിക്കൂടിയിരിക്കുക. ദൈവത്തിൽ ശരണം പ്രാപിച്ച ആ തീർത്ഥാടകൻ കൂടെയുള്ളവരുടെ സഹായത്തോടെ ആ പാമ്പിനെ ഇറക്കി വിട്ടിട്ട് സമാധാനത്തോടെ ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് യാത്ര തുടർന്നതായിട്ട് മാധ്യമങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ വായിച്ചും കേട്ടും അറിഞ്ഞൊരു കാര്യമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താവുന്നൊരു കാര്യം. എന്തെല്ലാം ഭീതികരമായ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. വിഷജന്തുക്കൾ വളരെ നിശബ്ദമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും കടന്നു വരും. തെറ്റായ ചിന്തകൾ തന്ന് നമ്മളെ വഴിതെറ്റിക്കുവാൻ ശ്രമിക്കും. ഭയപ്പെടുത്തുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. തീർത്ഥാടനത്തിൽ നിന്ന് പിന്മാറുവാനുള്ള പ്രേരണ നമുക്ക് ഉണ്ടാകും. വിശാലമായ വഴിയെ പോയാൽ ഒരു വിഷപ്പാമ്പിനെയും ഭയപ്പെടുവാനില്ല, ഒരു ഹിംസ്ര മൃഗത്തെയും ഭയപ്പെടുവാനില്ല. കാരണം അനേകർ പോകുന്ന വഴിയാണ്. അവിടെ അനേകർ പോകുന്ന വഴിയിൽ കൂട്ടാളികളുണ്ട് സഹായിക്കുവാൻ. എന്നാൽ ഏകരായി യാത്ര ചെയ്യുമ്പോൾ ഇടുങ്ങിയ വാതിലിൽ കൂടി കടന്ന് ഞെരുക്കമുള്ള വഴിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സഹായം ആരുമില്ല, ദൈവമല്ലാതെ ആരുമില്ല. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ മാത്രം ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനെയാണ് ഭാഗ്യവാനെന്ന് പറയുന്നത്. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. നമ്മെ രക്ഷിക്കുവാൻ ശക്തനായ ഒരു ദൈവം, ആ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവരാണ്. ഏത് വിഷജന്തുവിനോടും നമുക്ക് ധൈര്യമായിട്ട് പറയുവാൻ സാധിക്കും, നിന്നെ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ നാമത്തിലാണ്, ആ ദൈവത്തിൻ്റെ കരത്തിലാണ് ഞാൻ, അതുകൊണ്ട് നിനക്ക് എന്നോടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നമ്മുടെ പൂർണ്ണമായ വിശ്വാസം, ജീവിതയാത്രയിൽ നമ്മുടെ പൂർണ്ണമായ വിശ്വാസം അവിടെയാണ്. ഏത് വിഷം ചീറ്റുന്ന ശത്രുതയെ ഭയപ്പെടാതെ മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയുന്നത് ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്തിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. ഭയപ്പെടുത്തുന്നതായുള്ള കാഴ്ചകളും ഭയപ്പെടുത്തുന്നതായ പ്രവചനങ്ങളും ഭയപ്പെടുത്തുന്നതായ സംഭവങ്ങളും നമുക്ക് ചുറ്റും നടക്കുമ്പോൾ നമുക്ക് ഭയപ്പെടാതെ ഇരിക്കുവാൻ നമ്മെ പ്രേരിതരാക്കുന്ന ഒരു സത്യം, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് സഹായം പ്രാപിക്കുന്ന ആളാണ് ഞാൻ എന്നുള്ള വിശ്വാസം. എൻ്റെ നിലവിളിക്ക് ദൈവം മറഞ്ഞിരിക്കുന്നില്ല. എന്നെ സഹായിക്കുവാൻ എൻ്റെ കർത്താവ് ഓടിയെത്തും. അവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. വിശ്രമിക്കാതെ ഈ ലോകത്തെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെ പരമേൽപ്പിക്കുന്ന ഒരു വിശ്വാസിക്ക് ശത്രുതയെ
ഭയക്കുവാനില്ല, പേടിക്കുവാനില്ല. കർത്താവ് ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്കായി അയക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 12 പേരെ കർത്താവ് അയക്കുമ്പോൾ 5 മുതലുള്ള വാക്യത്തിൽ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവരോട് പറയുകയാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കണം. നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കണം. തുടർന്നുള്ള കാര്യത്തിൽ പ്രായോഗിക ജീവിതത്തിൽ പാലിക്കേണ്ട ശീലങ്ങൾ കുറിച്ച് പറയുന്നുണ്ട്. മടുശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. നിങ്ങൾ കരുതരുതാത്ത കാര്യമാണ്. എന്തൊക്കെയാണ്? മടുശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും അത് കരുതരുത്. നിങ്ങളുടെ വഴിക്ക് പൊക്കണം കരുതരുത്. 2 ഉടുപ്പും ചെരുപ്പും കരുതരുത്. അന്നേരത്തേക്കുള്ള കാര്യം മാത്രം കരുതിയാൽ മതി. ഭാവിയെക്കുറിച്ച് നിങ്ങൾ ഒന്നും കരുതേണ്ട. അതേസമയം ഓരോ നിമിഷവും നിങ്ങൾ ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യുകയും വേണം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി നിങ്ങൾ ഒന്നും കരുതണ്ട. 2 ഉടുപ്പ് കരുതണ്ട. ഒന്ന് മുഷിയുമ്പോൾ മറ്റൊന്നിടാൻ 2 കരുതണ്ട. ചെരുപ്പ് കരുതണ്ട. അതിൻ്റെ ആന്തരിക അർത്ഥം എന്താണ്? നിങ്ങളെ കാക്കുവാൻ, നിങ്ങളെ പാലിക്കുവാൻ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് സകലതും സൗജന്യമായി ലഭിക്കും. സൗജന്യമായി സ്വീകരിച്ചവരാണ് നിങ്ങളെല്ലാവരും. അത് സൗജന്യമായി കൊടുക്കാൻ വേണ്ടിയാണ്. കണക്ക് നോക്കി കൊടുക്കാനല്ല, സൗജന്യമായി തന്നെ കൊടുക്കണം. സൗജന്യമായി വാങ്ങിയതൊക്കെയും സൗജന്യമായി തന്നെ കൊടുക്കുവാനുള്ള ഒരു മനസ്സൊരുക്കമാണ് നിങ്ങൾക്ക് വേണ്ടത്. കർത്താവ് തന്നെ അനുഗമിക്കുന്നവരോട്, തൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നവരോട് കൊടുക്കുന്ന നിർദ്ദേശം നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങളെ ഓരോ നിമിഷവും കരുതുവാനും കാക്കുവാനും പാലിക്കുവാനും നിങ്ങളെ അയക്കുന്നവൻ, നിങ്ങളെ ഈ ലോകത്തിൽ ആക്കി നിങ്ങളെ ജോലി ഏൽപ്പിക്കുന്നവൻ നിങ്ങളോട് കൂടെയുണ്ട്. അവൻ്റെ സംരക്ഷണയിൽ പൂർണ്ണമായി ആശ്രയിക്കുക. കാനനപ്പാതയിൽ കൂടെ യാത്ര ചെയ്യുന്ന തീർത്ഥാടകൻ ദൈവത്തിൽ ശരണം വെച്ച് തൻ്റെ യാത്ര തുടരുന്നത് പോലെ വിശ്വാസ ജീവിതത്തിലും ദൈവത്തിൽ ശരണം വയ്ക്കുക. അനുദിനം അനുനിമിഷം ആവശ്യമുള്ളതൊക്കെ തരുന്ന ഒരു ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് എന്നുള്ള ഉറപ്പും ധൈര്യവും ഈ വിശുദ്ധ ദിവസത്തിൽ നമുക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. എടുക്കുവാതിലൂടെ കടക്കുവാൻ, ഞെരുക്കമുള്ള വഴിയിൽ കൂടെ മുൻപോട്ട് പോകുവാൻ ഉള്ള വിശ്വാസ ധൈര്യം തരയണമേ. നിൻ്റെ സാന്നിധ്യം ഇന്നത്തെ ദിവസം ഞങ്ങൾ നേരിട്ട് അനുഭവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം.